ഹരിത് സഞ്ജീവനി. പണ്ടുകാലം തൊട്ടേ മനുഷ്യർ കൃഷി ചെയ്തു വരുന്നു. കൃഷി മനുഷ്യരുടെ വളരെ പുരാതനമായ തൊഴിലാണ്. അധികരിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആനുപാതികമായ അളവിൽ അധിക ഭക്ഷണവും ആവശ്യമാണ് എന്ന് കൃഷി വിജ്ഞാനികൾ മനസ്സിലാക്കി. ഈ അവസ്ഥ തരണം ചെയ്യാൻ വിജ്ഞാനികളുടെ പക്കൽ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. കൃഷി വിജ്ഞാനികൾ അനവധി പഠനങ്ങൾക്ക് ശേഷം കൂടുതൽ വിളവ് നൽകുന്ന വിത്ത് ഉത്പാദിപ്പിച്ചു. അത്തരം വിത്തുകളുടെ ഉത്പാദന ശേഷി വർദ്ധിപ്പിച്ചു. ആ വിത്തുകളെ ഹൈബ്രിഡ് സീഡ്സ് എന്ന പേരിൽ ലഭ്യമാക്കി. നാടൻ വിത്തുകളെ അപേക്ഷിച്ച് ഹൈബ്രിഡ് വിത്തുകൾക്ക് ഭക്ഷണത്തിന്റെ ആവശ്യവും അധികമായിരുന്നു. എന്നാൽ മണ്ണിൽ നിന്നും ലഭ്യമാവുന്ന വളം ഇത്തരം വിത്തുകളുടെ വളർച്ചയ്ക്ക് മതിയാവാതെ വന്നു. അത്തരം വിത്തുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണത്തിനു വേണ്ടി വിജ്ഞാനികൾക്ക് രാസവളം നിർമ്മിക്കേണ്ടതായി വന്നു. അങ്ങനെ രാസവളം കൃഷിക്കാർ വിളകൾക്ക് നൽകാൻ തുടങ്ങിയപ്പോൾ അതിന്റെ പരിണിത ഫലം ഭൂമിക്കൊപ്പം വിളകളെയും ബാധിച്ചു. അപകടകാരികളായ കീടങ്ങളും കൃമികളും പലതരം അസുഖങ്ങളും വിളകളെ ബാധിക്കാൻ തുടങ്ങി. ഈ അവസ്ഥ തരണം ചെയ്യാൻ വിജ്ഞാനികൾക്ക് കീടനാശിനികൾ നിർമ്മിക്കേണ്ടതായി വന്നു. കൃഷിക്കാർ കാലങ്ങളോളം രാസവളങ്ങൾ ഉപയോഗിച്ചു വന്നപ്പോൾ മണ്ണിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടാൻ തുടങ്ങി. മണ്ണിലെ വിളവിന് ആവശ്യമായ സൂക്ഷ്മാണുക്കളുടെ ഉത്പാദനത്തിൽ ഗണ്യമായ കുറവ് വന്നു. അതിന്റെ പരിണിത ഫലമായി മണ്ണിന്റെ ഉത്പാദനശേഷി കുറഞ്ഞു. ശക്തിയേറിയ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗത്താൽ മണ്ണിന്റെയും വിളകളുടെയും ഘടനയിൽ വ്യത്യാസം വന്നു. ഉപാപചയ പ്രവർത്തനം, ശ്വസന വ്യവസ്ഥ, പോഷക ലഭ്യത ഇതിനെയെല്ലാം ഇത് ബാധിച്ചു. അനന്തരഫലമായി കർഷകർക്ക് കൃഷിയിൽ ചിലവ് കൂടുകയും വിളവ് കുറഞ്ഞ് വരുമാനത്തെയും അത് ബാധിച്ചു. ഈ പ്രശ്നങ്ങളെയെല്ലാം കണക്കിലെടുത്ത് കമ്പനിയിലെ വിദഗ്ധർ ഹരിത് സഞ്ജീവനി പോലെയുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നം തയ്യാറാക്കി. ഹരിത് സഞ്ജീവനിയുടെ ഉപയോഗം വിളകളുടെ വളർച്ചയുടെ വിവിധ അവസ്ഥകളെ, അതായത് ജന്മാവസ്ഥ, ബാല്യാവസ്ഥ, യൗവനാവസ്ഥ, പക്വതാവസ്ഥ എന്നിവയെ കാര്യക്ഷമമാക്കാനുള്ള രീതിയിലാണ്. ഇക്കാരണത്താൽ വിളകളിൽ അതിശയിപ്പിക്കുന്ന വളർച്ച കാണാൻ സാധിക്കും. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1: മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്ന പ്രക്രിയ. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 250 ഗ്രാം ഒരേക്കറിൽ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 ഉപയോഗിക്കേണ്ട രീതി: ഇത് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന രാസവളങ്ങളുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കാം. അതേ ഭൂമിയിലെ 40-50 ഉണങ്ങിയ മണ്ണിൽ ചേർത്തും ഉപയോഗിക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയായും ഉപയോഗിക്കാം. ഒരു വർഷം വരെ വിളയെടുക്കുന്ന ഏതൊരു വിളയ്ക്കും വിളവിറക്കുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ വിളവിറക്കി 30 ദിവസത്തിനുള്ളിലോ മണ്ണിൽ ഉപയോഗിക്കാവുന്നതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 മണ്ണിൽ ഉപയോഗിച്ചാൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ മറക്കരുത്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ: വർഷങ്ങളായി രാസവളങ്ങളുടെ ഉപയോഗത്താൽ മണ്ണിൽ മിച്ചമായി കെട്ടിക്കിടക്കുന്ന രാസഘടകങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനെ മൃദുവാക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്നു. മണ്ണിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു. അക്കാരണം കൊണ്ട് ചെടിയിൽ കുട്ടിവേരുകൾ ധാരാളം ഉണ്ടാകുന്നു. അങ്ങനെ ചെടിക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നു. മണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവാണുക്കളാണ്. രാസവളങ്ങളുടെ അമിത ഉപയോഗത്താൽ ജീവാണുക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചു. ഈ ജീവാണുക്കളാണ് മണ്ണിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 നിരന്തരമായ ഉപയോഗം ഈ ജീവാണുക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുന്നു. ഇക്കാരണത്താൽ മണ്ണിൽ ഓർഗാനിക് കാർബൺ, അതായത് ജൈവാംശത്തിന്റെ അളവ് കൂടുന്നു. മണ്ണിന്റെ pH വാല്യൂ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇക്കാരണത്താൽ മണ്ണിൽ അനുഭവയോഗ്യം അല്ലാതെ കിടന്നിരുന്ന ഭക്ഷണം സസ്യങ്ങൾക്ക് ലഭ്യമാവുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 ഉപയോഗം കൊണ്ട് സസ്യങ്ങൾക്ക് നൈട്രജൻ സ്ഥിരമായി കിട്ടാനും സഹായകരമാകുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1 എല്ലാത്തരം വിളകൾക്കും ഉപയോഗിക്കുന്ന വിധം ഒരുപോലെയാണ്. വർഷങ്ങളായി നിരന്തരം ഫലം തരുന്ന മരങ്ങളിൽ ആ മരത്തിന്റെ പ്രായമനുസരിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2 ചെടിയുടെ ബാല്യാവസ്ഥയിൽ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2 100 ഗ്രാം പൗഡറാണ്. ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2 100 ഗ്രാം പൗഡർ 100 ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി ഉപയോഗിക്കണം. ഇത് വിളകളുടെ മേലെ സ്പ്രേ ചെയ്യേണ്ടതാണ്.
ചെടിയുടെ സന്തുലിതമായ വളർച്ചയ്ക്ക് ഇത് സഹായകരമാകുന്നു. ഇലയുടെ വലിപ്പം കൂടുന്നതിനോടൊപ്പം അവയ്ക്ക് നല്ല ആകാരവും പച്ചിപ്പും പ്രദാനം ചെയ്യുന്നു. ഇക്കാരണത്താൽ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം നല്ലപോലെ നടക്കുകയും ധാരാളമായി വേരുകൾ ഉത്പാദിക്കപ്പെട്ട് ചെടികൾ ശക്തിയായി വളരുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 3, ചെടിയുടെ യൗവനാവസ്ഥയിൽ ഉപയോഗിക്കേണ്ടത്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 3 150 ഗ്രാം പൗഡറാണ്. ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ ഉപയോഗിക്കണം. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 3 150 ഗ്രാം പൗഡർ 150 ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി ഉപയോഗിക്കണം. ഇത് വിളകളുടെ മേലെ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഇത് ഉപയോഗിക്കുന്ന കാരണം ചെടിയുടെ ശാഖകൾ വർദ്ധിക്കുന്നു, പെൺപൂക്കളുടെ സംഖ്യ അധികരിക്കുന്നു. യൗവനാവസ്ഥയിലെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ചെടിയിലെ പോഷകക്കുറവിനെ ഇത് പരിഹരിക്കുന്നു. ഇക്കാരണത്താൽ ചെടിയുടെ വളർച്ച ശക്തമാവുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 3 ചെടിയുടെ CN റേഷ്യോ, കാർബൺ നൈട്രജൻ റേഷ്യോ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരുന്നു. എത്ര വിപരീതമായ പരിതസ്ഥിതിയിലും ഇലയോ പൂവോ കൊഴിയാതിരിക്കാൻ ഇത് സഹായകരമാകുന്നു. രോഗങ്ങളെ ചെറുക്കാനുള്ള ശക്തി കൂടുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 4 ചെടിയുടെ പക്വതാവസ്ഥയിൽ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 4 250 ഗ്രാം പൗഡറാണ്. ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ ഉപയോഗിക്കണം. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 4 250 ഗ്രാം പൗഡർ 250 ഗ്രാം ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി ഉപയോഗിക്കണം. ഈ മിശ്രിതം വിളകളുടെ മേലെ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടിക്ക് സമീകൃത ആഹാരം കിട്ടാൻ സഹായകരമാകുന്നു. സാധാരണയായി പൂക്കൾ കായ്കളായി രൂപാന്തരപ്പെടുമ്പോൾ സസ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആഹാരം കായ്കളിലേക്ക് കൊടുക്കുന്നതായി കണ്ടുവരുന്നു. ഈ സമയം ചെടി ഇലകളിലേക്ക് പോകുന്ന ഭക്ഷണം കുറച്ച് കായ്കൾക്ക് അധിക ഭക്ഷണം നൽകുന്നു. ഇക്കാരണത്താൽ ഇലകൾ ഉണങ്ങി വിളകളുടെ ശക്തി കുറയാൻ കാരണമാകുന്നു. ഈ സമയത്ത് വിളകളിൽ പലതരം രോഗങ്ങൾ വരാൻ സാധ്യതയേറുന്നു. ഇക്കാരണത്താൽ കർഷകർ കീടനാശിനികൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുന്നു. ഭക്ഷണ വിതരണം സമീകൃതമല്ലാത്തതിനാൽ ചെടിയുടെ താഴെത്തട്ടിലുണ്ടാകുന്ന കായ്കൾ വലുതും മേലെത്തട്ടിലുണ്ടാവുന്നത് ചെറുതുമായി കാണപ്പെടുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 4 സ്പ്രേ ചെയ്യുമ്പോൾ ഇലയ്ക്കും കായ്കൾക്കും സമീകൃതമായി ഭക്ഷണം ലഭിക്കാൻ സഹായകരമാവുന്നു. ഇല നല്ല പച്ചയായും പഴങ്ങൾ താഴെ മുതൽ മേലെ വരെ ഒരേ ആകാരത്തിലും വലുപ്പത്തിലും വളരാൻ സഹായകരമാവുന്നു. വിളവിന് നല്ല നിറവും തിളക്കവും സ്വാദും കിട്ടുന്നു. പൂക്കൾ ഏറിയ പങ്കും പഴങ്ങളായി മാറുന്നു. പഴങ്ങൾ വേഗം കിട്ടാനും ദീർഘകാലം കിട്ടാനും സഹായകരമാവുന്നു. ചെടി ശക്തിയായി വളരുന്നതിനാൽ പൂക്കളും പഴങ്ങളും കൊഴിയുന്നത് തടുക്കുവാൻ സഹായകരമാവുന്നു. കർഷകന് ആശ്ചര്യകരമായ സമ്പാദ്യം നേടിക്കൊടുക്കുവാനും ഇത് സഹായകരമാവുന്നു. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2, 3, 4 സ്പ്രേ ചെയ്യുമ്പോൾ മറ്റ് ഏത് കീടനാശിനിയോ കൃമിനാശിനിയോ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിനോടൊപ്പമോ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോർഡൻ മിക്സറോ ക്ഷാര സ്വഭാവമുള്ള മരുന്നുകളുടെ കൂടെയോ ഇത് ഉപയോഗിക്കരുത്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2, 3, 4ന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് രാവിലെ 11 മണിക്ക് മുൻപോ വൈകിട്ട് 5 മണിക്ക് ശേഷമോ ഉപയോഗിക്കേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2, 3, 4 സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണ് ചെറുതായി നനഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ സ്പ്രേ ചെയ്തതിന് ശേഷം വെള്ളം കൊടുക്കാൻ മറക്കരുത്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2, 3, 4ന്റെ ഉപയോഗം ഓരോ ചെടിയുടെയും വിളവെടുപ്പിനനുസരിച്ച് സ്പ്രേ ചെയ്യേണ്ട അവധിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഏത് ചെടികളിലാണോ പഴങ്ങൾ ഉണ്ടാകാത്തത്, അതായത് ചായ, ടൊബാക്കോ, ശതാവരി, ജൂട്ട്, റോസ്, ചെട്ടിപ്പൂവ്, മല്ലിപ്പൂവ്, രജനീഗന്ധ, ഗ്ലൈഡോറിയ, ഓർക്കിഡ്, ബോഗൻവില്ല, ലില്ലി ഇത്തരത്തിലുള്ള വിളകൾക്ക് ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 2, 3, 4 ഒന്നിച്ച് മിക്സ് ചെയ്ത് 1 ഗ്രാം പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ 15 ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഹരിത് സഞ്ജീവനി സ്റ്റേജ് നമ്പർ 1, 2, 3, 4 പ്രകൃതിദത്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതിനാൽ ഇത് മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസരത്തിനും പൂർണ്ണമായും സുരക്ഷിതമാണ്. സ്പ്രേമാക്സ് 85 വിളകളിൽ വരാറുള്ള കീടങ്ങളെ തടയാനായി അഥവാ ഉത്പാദനം കൂട്ടാനായി കർഷകർ
വിളകളിൽ വിലപിടിപ്പുള്ള കീടനാശിനികളും കൃമിനാശിനികളും മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും സ്പ്രേ ചെയ്യാറുണ്ട്. കർഷകർ എത്ര വിലപിടിപ്പുള്ള സ്പ്രേ ചെയ്താലും അവർക്ക് ശരിയായ ഫലം ലഭിക്കാറില്ല. കാരണം മിക്ക സ്പ്രേയും വെള്ളം ചേർത്താണ് ഉപയോഗിക്കാറുള്ളത്. സ്പ്രേ ചെയ്തതിനു ശേഷം വെള്ളത്തുള്ളികൾ ഇലയുടെ മേലെ വേഗത്തിൽ പരക്കാറില്ല. ഇക്കാരണത്താൽ ഇലയുടെ പല ഭാഗങ്ങളും സ്പ്രേ ചെയ്തത് കിട്ടാതെ പോകുന്നു. അതുകൊണ്ട് ഇലകളിൽ ഒരുപോലെ ഫലം കാണാൻ കഴിയാറില്ല. വെള്ളം ഇലയിൽ പരക്കാത്തതിന്റെ പ്രധാന കാരണം വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ, അതായത് പ്രതലബലം ആണ്. പ്രതലബലം എന്നാൽ വെള്ളം ഇലയിൽ പരക്കുന്നത് തടുക്കുന്ന ബാഹ്യശക്തിയാണ്. ഇതിനെ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് പറയുന്നു. കർഷകർ പലതരത്തിലുള്ള മരുന്നുകൾ വിളകളിൽ സ്പ്രേ ചെയ്യാറുണ്ട്. അത് അസിഡിക്, അതായത് ആനയോണിക് നെഗറ്റീവ്, കൂടാതെ ആൽക്കലൈൻ, അതായത് കാറ്റയോണിക് പോസിറ്റീവ്, ഇതിലേതെങ്കിലും ഒന്നാവാം. ഇലയുടെ മേലെയാണ് സ്പ്രേ ചെയ്യാറുള്ളത്. മിക്കവാറും ഇലകളും അമ്ലകാരി, അതായത് ആനയോണിക് ആയിട്ടാണ് കാണപ്പെടാറുള്ളത്. മിക്ക ഇലകളും അമ്ലകാരി, അതായത് ആനയോണിക് നെഗറ്റീവ് ആയിട്ടാണ് കാണപ്പെടാറുള്ളത്. ഇക്കാരണത്താൽ സ്പ്രേ ചെയ്ത ഔഷധത്തിന്റെ ഭൂരിഭാഗവും ഇലയിൽ നിന്നും ഉതിർന്ന് ഭൂമിയിൽ വീഴുന്നു. അതായത് രണ്ട് കാന്തത്തിന്റെ നോർത്ത് ആൻഡ് നോർത്ത് അഥവാ സൗത്ത് ആൻഡ് സൗത്ത് ധ്രുവം നേരെ നേരെ വന്നാൽ എങ്ങനെ വികർഷിക്കുന്നുവോ അതുപോലെ അമ്ലകാരി ഔഷധി അമ്ലകാരി ഇലയിൽ വീഴുമ്പോൾ വികർഷിക്കപ്പെടുന്നു. ഇലയുടെ പ്രോപ്പർട്ടി നമുക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔഷധത്തിന്റെ പ്രോപ്പർട്ടി മാറ്റാവുന്നതേ ഉള്ളൂ. അതിനായി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയ നോൺ അയോണിക് സ്പ്രേ അഡ്ജുവന്റ് ആണ് സ്പ്രേമാക്സ് 85. സ്പ്രേമാക്സ് 85ന്റെ പ്രത്യേകതകൾ. സ്പ്രെഡർ. കർഷകർ ഏത് ഔഷധിയാണ് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിൽ സ്പ്രേമാക്സ് 85 കലർത്തി സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ, അതായത് പ്രതലബലം കുറയുന്നു. ഇക്കാരണം കൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ വീഴുന്ന വെള്ളത്തുള്ളികൾ ഇലയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ പരക്കുന്നു. സ്റ്റിക്കർ. അങ്ങനെ പരക്കുന്ന വെള്ളം നല്ല പോലെ ഇലയിൽ പറ്റിച്ചേരുന്നു. അത് മഴ പെയ്താൽ പോലും താഴെ വീഴുന്നില്ല. ഇക്കാരണം കൊണ്ട് സ്പ്രേ ചെയ്ത ഔഷധം പൂർണ്ണമായും വിളകൾക്ക് ലഭിക്കുകയും കർഷകന്റെ പണം മിച്ചമാവുകയും ചെയ്യുന്നു. പെനട്രന്റ്. അങ്ങനെ ഇലയിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ഔഷധം എളുപ്പത്തിൽ ഇലയുടെ ഉള്ളിലെത്തിച്ചേരുന്നില്ല. കാരണം ഇലയുടെ മുകളിലെ ക്യൂട്ടിക്കിൾ ലെയർ ഔഷധി വെള്ളത്തിനോടൊപ്പം ഇലയുടെ ഉള്ളിലേക്ക് കടക്കാൻ എളുപ്പത്തിൽ അനുവദിക്കുന്നില്ല. ഇക്കാരണം കൊണ്ട് സ്പ്രേ ചെയ്ത ഔഷധത്തിന്റെ മുഴുവൻ ഗുണവും കർഷകന് ലഭിക്കുന്നില്ല. സ്പ്രേമാക്സ് 85 കലർത്തി ഔഷധി സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ മുകളിലെ ക്യൂട്ടിക്കിൾ ലെയറിനെ തുറന്ന് വെള്ളത്തിനോടൊപ്പം ഔഷധി ഇലയുടെ ഉള്ളിലേക്ക് കടക്കാൻ സഹായിക്കുന്നു. ഇക്കാരണം കൊണ്ട് കർഷകന് നല്ല ഫലം ലഭിക്കുന്നു. ഡ്രിഫ്റ്റ് കൺട്രോൾ ഏജന്റ്. ഔഷധിയുടെ പ്രയോഗം വിളയുടെ മേലെ ചെയ്യുമ്പോൾ സ്പ്രേ മെഷീന്റെ നോസിലിൽ നിന്നും സ്പ്രേ പുക പോലെ പുറത്തുവരുന്നു. കുറെ ഔഷധി കാറ്റിനോടൊപ്പം പറന്നുപോകുന്നു, കുറെ ഭൂമിയിലും പതിക്കുന്നു. ഇക്കാരണത്താൽ ഔഷധിയുടെയും വെള്ളത്തിന്റെയും അളവ് അധികമായി വേണ്ടിവരുന്നു. കർഷകനെ സ്പ്രേ ചെയ്യാൻ വേണ്ടി അധികം പണം ചിലവ് ചെയ്യേണ്ടതായി വരുന്നു. സ്പ്രേമാക്സ് 85 കലർത്തി സ്പ്രേ ചെയ്യുമ്പോൾ നോസിലിൽ നിന്നും പുക പോലെ പുറത്തു വരുന്നതിന് കുറവ് സംഭവിക്കുന്നു. ഇക്കാരണത്താൽ സ്പ്രേ ശരിയായ രീതിയിൽ ഉപയോഗപ്രദമാവുകയും ഔഷധിയുടെയും വെള്ളത്തിന്റെയും ഉപയോഗം കുറയുകയും ചെയ്യുന്നു. കർഷകന് പണം ലാഭം മാത്രമല്ല, വിള നന്നായി വരികയും ചെയ്യുന്നു. കോമ്പാറ്റബിലിറ്റി. സ്പ്രേമാക്സ് 85 ഏത് തരത്തിലുള്ള കീടനാശിനിയുടെയോ കൃമിനാശിനിയുടെയോ കളനാശിനിയുടെയോ വിപണിയിൽ ലഭിക്കുന്ന മറ്റ് ഏത് തരത്തിലുള്ള വിളവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധിയോടൊപ്പമോ കലർത്തി ഉപയോഗിക്കാവുന്നതാണ്. ഹരിത് സഞ്ജീവിനി സ്റ്റേജ് നമ്പർ 2, 3, 4ന്റെയോ ഷുവർ ഷുഗർ 2, 3, 4ന്റെയോ റാപ്പിഡിനോടൊപ്പമോ സ്പ്രേമാക്സ് 85 കലർത്തി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഏത് തരം സ്പ്രേ ആയാലും സ്പ്രേമാക്സ് 85 100 ലിറ്റർ വെള്ളത്തിൽ 60 മുതൽ 70 ml കലർത്തി ഉപയോഗിക്കേണ്ടതാണ്. ഒരേക്കർ ഭൂമി ഉഴുതുമറിക്കുമ്പോൾ സ്പ്രേമാക്സ് 85 500 ml ഉപയോഗിക്കുക. ഡ്രിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റിയുള്ള കർഷകന് അതുവഴിയും സ്പ്രേമാക്സ് 85 ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നൽകുമ്പോൾ ചെടിയുടെ പോഷക തത്വങ്ങൾ ചെടിയുടെ വേരുകൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ സഹായകരമാകുന്നു. അക്കാരണം കൊണ്ട് കർഷകന് നല്ല വിളവ് ലഭിക്കാനിടയാവുന്നു. ഷുവർ ഷുഗർ
കർഷകരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിളയാണ് കരിമ്പ്. കരിമ്പ് 10 മുതൽ 12 മാസം മണ്ണിൽ നിൽക്കുന്ന കാരണത്താൽ ഈ വിളകൾക്ക് അധിക ആഹാരം ആവശ്യമാണ്. ഇതിന്റെ ജീവദൈർഘ്യം മറ്റ് വിളകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വിദഗ്ധർ കരിമ്പിന് വേണ്ടി പ്രത്യേകം ഷുവർ ഷുഗർ എന്ന ഉൽപ്പന്നം തയ്യാറാക്കി. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 1 മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്ന പ്രക്രിയ. 250 ഗ്രാം 1 ഏക്കർ ഭൂമിയിലേക്ക് ആവശ്യമുള്ളതാണ്. ഇത് കരിമ്പ് നടുമ്പോഴോ അതല്ലെങ്കിൽ കരിമ്പ് നാട്ടി 30 ദിവസം വരെയോ മണ്ണിൽ ഉപയോഗിക്കാവുന്നതാണ്. ഷുവർ ഷുഗർ ഉപയോഗിക്കേണ്ട വിധം: ഇത് ഏതെങ്കിലും രാസവളത്തോടൊപ്പം കലർത്തി ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 40 മുതൽ 50 കിലോ ആ മണ്ണിലെ ഉണങ്ങിയ മണ്ണിൽ കലർത്തി ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ വെള്ളം ആവശ്യത്തിന് നൽകേണ്ടതാണ്. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 2 300 ഗ്രാം പൗഡറാണ്. ഇത് 2 ഗ്രാം പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി ഉപയോഗിക്കണം. കരിമ്പ് നാട്ടി 35 മുതൽ 40 ദിവസത്തിൽ വിളയിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 3 400 ഗ്രാം പൗഡറാണ്. ഇത് 2 ഗ്രാം പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ കരിമ്പ് നാട്ടി 55 മുതൽ 60 ദിവസത്തിനുള്ളിൽ വിളയിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 4 500 ഗ്രാം പൗഡറാണ്. ഇത് 2 ഗ്രാം പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ മിശ്രിതമാക്കി ഉപയോഗിക്കേണ്ടതാണ്. കരിമ്പ് നാട്ടി 75 മുതൽ 80 ദിവസത്തിൽ ഈ മിശ്രിതം വിളയിൽ സ്പ്രേ ചെയ്യണം. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 5 250 ഗ്രാം 1 ഏക്കർ ഭൂമിയിലേക്ക്. കരിമ്പ് നാട്ടി 90 മുതൽ 100 ദിവസത്തിൽ മണ്ണിൽ ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കേണ്ട വിധം ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 1 പോലെ തന്നെയാണ്. ഷുവർ ഷുഗർ സ്റ്റേജ് നമ്പർ 1, 2, 3, 4, 5 ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ: ഇതുപയോഗിക്കുമ്പോൾ കൂടുതൽ ഇലകളും ശാഖകളും തളിർക്കാനും കരിമ്പിന്റെ വളർച്ച ത്വരിതപ്പെടുത്താനും ശക്തമാക്കാനും സാധിക്കുന്നു. ഇലകളുടെ വലിപ്പം കൂടുകയും കൂടുതൽ പച്ചിപ്പാവുകയും ചെയ്യുന്നു. വളരെ നല്ല രീതിയിൽ പ്രകാശ സംശ്ലേഷണ ക്രിയ നടത്താൻ ഉപകാരപ്പെടുന്നു. കരിമ്പിന്റെ മുട്ട് തമ്മിലുള്ള അകലം കൂടുന്നതിനാൽ കരിമ്പിന്റെ ഉയരം വർദ്ധിക്കുന്നു. കരിമ്പിൽ മധുരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. കരിമ്പിന്റെ എല്ലാ അംഗങ്ങളും വികസിക്കുകയും ശക്തമാകുകയും ചെയ്യുന്നതുകൊണ്ട് ഉത്പാദനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുന്നു. അത് കാരണം കർഷകന് ലാഭം മാത്രമേ ഉള്ളൂ. ഷുവർ ഷുഗർ 1, 2, 3, 4, 5 പ്രകൃതിദത്തമായ ഉത്പന്നമായതിനാൽ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസരത്തിനും എല്ലാ തരത്തിലും സുരക്ഷിതമാണ്. റാപ്പിഡ് വിളകളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ അഥവാ കീടങ്ങൾ ആക്രമിക്കാറുണ്ട്. അതായത് പുഴുക്കൾ, പൂപ്പൽ, വൈറസ്, രസം ഊറ്റിക്കുടിക്കുന്ന കീടങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിളകളിൽ കണ്ടുവരാറുള്ള രോഗം അതല്ലെങ്കിൽ കീടം ഈ രസം ഊറ്റിക്കുടിക്കുന്ന കീടങ്ങളാണ്. ഈ കീടം ഇലയുടെ മുകളിലിരുന്ന് ഇലയിലെ രസം ഊറ്റിക്കുടിക്കുന്നു. അങ്ങനെ ഇല ഉണങ്ങി ചുരുണ്ടുകൂടുന്നതായി കാണാം. ഈ കീടങ്ങളെ ട്രിപ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇത് ഏതാണ്ട് എല്ലാ ചെടികളെയും ആക്രമിക്കാറുണ്ട്. തക്കാളി, വഴുതന, മുളക്, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക തുടങ്ങിയ പച്ചക്കറികളിലും പലതരത്തിലുള്ള പൂക്കളിലും മുന്തിരി, മാതളം, മാമ്പഴം തുടങ്ങിയ പഴങ്ങളിലും ചായ, കാപ്പി, ടൊബാക്കോ തുടങ്ങിയ ഏതാണ്ട് എല്ലാ തരത്തിലുള്ള വിളകളിലും വരുന്ന രോഗമാണിത്. ഇത്തരത്തിലുള്ള അസുഖത്തിന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് റാപ്പിഡ്. റാപ്പിഡ് ഉപയോഗിക്കേണ്ട വിധം: 1 ml മുതൽ 2 ml റാപ്പിഡ് 1 ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി വിളകളിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. റാപ്പിഡ് കീടനിരോധിനിയാണ്. കീടങ്ങൾ വിളകളിൽ വരുന്നതിനെ തടയുകയാണ് ചെയ്യുക. റാപ്പിഡ് കോണ്ടാക്ട് ബേസിൽ പ്രവർത്തിക്കുന്നതായത് കാരണം വിളയുടെ എല്ലാ ഇലകളിലും മേലെയും താഴെയും ശരിയായ രീതിയിൽ സ്പ്രേ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൃമികീടങ്ങളുടെ മേലെ റാപ്പിഡ് വീണാൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. റാപ്പിഡ് വിളയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇല കീടങ്ങൾക്ക് ഭക്ഷണയോഗ്യമല്ലാതാവുന്നു. ഇക്കാരണത്താൽ കീടങ്ങളുടെ ആക്രമണം ഗണ്യമായി കുറയുന്നു. റാപ്പിഡ് പ്രകൃതിദത്തമായ ഉൽപ്പന്നമായതിനാൽ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസരത്തിനും എല്ലാ തരത്തിലും സുരക്ഷിതമാണ്. റാപ്പിഡ് മറ്റ് കീടനാശിനികളുടെയോ കൃമിനാശിനികളുടെ കൂടെയോ ചേർത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. റാപ്പിഡ് ഹരിതസഞ്ജീവനി 2, 3, 4 കൂടെയും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്.